നിയമം നടപ്പാക്കേണ്ടവർ നിയമലംഘനം നടത്തുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കും? വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണിപ്പോൾ. അതായത് ക്രിമിനലുകളും കൈക്കൂലിക്കാരുമായ പോലീസുകാർ സേനയ്ക്ക് തന്നെ നാണക്കേടാവുകയാണ്. മരട് പോലീസ് സ്റ്റേഷനിലെ SI കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അയാൾക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാലുടൻ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. വൈറ്റില ഹബിന് സമീപം അപകടമുണ്ടാക്കിയ കേസിൽ വാഹനം വിട്ടു നൽകുന്നതിന് 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് SI ഗോപകുമാർ വിജിലൻസിൻ്റെ പിടിയിലായത്. അതേസമയം മരട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. മുൻപ് മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളെ സഹായിച്ചെന്ന ആക്ഷേപവും പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. കഴിഞ്ഞ മാസം 25-ന് വൈകിട്ടാണ് വൈറ്റില ഹബിന് സമീപത്ത് വെച്ച് ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി അപകടത്തിൽപ്പെടുന്നത്. പള്ളിക്കര സ്വദേശി ഷിബു വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടാവുകയും തുടർന്ന് വൈദ്യുതി പോസ്റ്റിലും കാറിലും ബൈക്കിലും ഇടിക്കുകയുമായിരുന്നു. ഡ്രൈവർ കോമാ സ്റ്റേജിൽ ചികിത്സയിലാണ്. അപകടത്തെ തുടർന്ന് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് ഗ്രേഡ് SI ഗോപകുമാർ പരാതിക്കാരനായ ഷിബു വർഗീസിനെ ഫോണിൽ വിളിച്ച് കേസിൽപ്പെട്ട ലോറി വിട്ടുനൽകുന്നതിന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ചു. അന്നേ ദിവസം രാത്രി സ്റ്റേഷനിലെത്തി ഗോപകുമാറിനെ നേരിൽ കണ്ടപ്പോൾ വീണ്ടും സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. തുടർന്ന് 27-ന് പരാതിക്കാരൻ സ്റ്റേഷനിലെത്തിയപ്പോൾ വാഹനം വിട്ടുനൽകുന്നതിന് 10,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കുറെ തവണ SIയെ കണ്ട് ഡ്രൈവറുടെ ചികിത്സ അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചെങ്കിലും വഴങ്ങിയില്ലെന്നാണ് പരാതി. ഇതോടെ ഇയാൾ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു. വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചു വരവെ ചൊവ്വാഴ്ച വൈകിട്ട് 4:15-ന് മരട് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങവേ ഗ്രേഡ് SIയെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഗോപകുമാറിനെതിരെയുള്ള കേസിലെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ വകുപ്പ് തല നടപടികളിലേക്ക് നീങ്ങുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ മുറയ്ക്ക് നമ്മൾ വകുപ്പ് തല നടപടിയെടുക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് നമ്മൾ ചെയ്യാം. അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മരട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. 2 ആഴ്ച മുൻപാണ് ഇതേ സ്റ്റേഷനിലെ മറ്റൊരു SIയെ ട്രാഫിക് പോലീസിലേക്ക് സ്ഥലം മാറ്റിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ സഹായിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് SI KK സജീഷിനെ ട്രാഫിക് പോലീസിലേക്ക് സ്ഥലം മാറ്റിയത്. News 18 കൊച്ചി.